ബഹുമാന്യരായ വിജയകുമാർ സാർ, ഇതിൻ്റെ സംഘാടകർ, ഈ CME പ്രോഗ്രാമിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സിദ്ധ എന്ന വിഷയം എന്നെ സംബന്ധിച്ച് തീർത്തും അന്യമായിരുന്ന, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനൊരു സാഹചര്യം ഇല്ലാണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ഗവേഷണ ജീവിതത്തിൽ എനിക്ക് കിട്ടിയൊരു വിദ്യാർത്ഥി, ഒരു സിദ്ധ ഡോക്ടർ, അദ്ദേഹം PG ചെയ്തപ്പോൾ എൻ്റെ അടുത്താണ് അതിലൊരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. സിദ്ധയിലേക്കുള്ള എൻ്റെ കടന്നുവരവ് ശരിക്ക് ഞാൻ ജയിച്ച ആ പ്രൊജക്റ്റിൽ കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ഈ ഒരു വിഷയത്തെ പറ്റി ആധികാരികമായിട്ട് അന്വേഷിക്കാൻ സാഹചര്യങ്ങളുണ്ടായി. ഭാരതത്തിന്റെ പൗരാണിക ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്നതാണ് സിദ്ധ എന്ന് അധികം പേര് അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാൻ അത് സമ്പൂർണമായി തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഭാരതത്തിന് ആര്യപ്പഴമയും ദ്രാവിഡ പഴമയും ഉണ്ട്. ആര്യനും ദ്രാവിഡനും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തർക്ക വിഷയമാണ്. ധാരാളം ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ നിരീക്ഷണങ്ങളിൽ ശാസ്ത്രം ഇപ്പോൾ കണ്ടുപിടിച്ച പുതിയ കാര്യങ്ങളിൽ ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് പോലുള്ള ജനിതകശാസ്ത്രം സംബന്ധിച്ച പഠനങ്ങളുടെ പുതിയ റിസൾട്ടുകളിൽ ഭാരതത്തിലെ ജനങ്ങളുടെ DNA പഠനം, നമ്മുടെ ഫിനോട്ടിപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പഠനം, സാംസ്കാരികതകൾ, ഭാഷാ പഠനങ്ങൾ, ഭാഷാ ഗണങ്ങളെ തമ്മിൽ തിരിക്കുന്ന രീതി, കൂടാതെ ഭക്ഷണ സംസ്കാരം, വസ്ത്ര സംസ്കാരം, ഇതെല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഈ രണ്ട് പഴമയുണ്ട്. ആര്യവും ദ്രാവിഡവുമായിട്ടുള്ള രണ്ട് ഭേദങ്ങളുണ്ട്. ആ ഭേദങ്ങൾ തമ്മിൽ ചില കാര്യങ്ങളിൽ തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ മിശ്രണം ചെയ്തു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സംശയങ്ങൾ വരാം, ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടോ. പക്ഷെ ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഭാഷാഗണങ്ങൾ തന്നെ ഇന്ത്യയിൽ ആര്യൻ ഭാഷാഗണങ്ങൾ, ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എന്നൊരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ ഒപ്പം തന്നെ തമിഴ് നായകസ്ഥാനത്ത് നിന്നുകൊണ്ട് ദ്രാവിഡ ഭാഷാഗണമുണ്ട്. 26ഓളം ദ്രാവിഡ ഭാഷകൾ ഭാരതത്തിലുണ്ട്. ഭാരതത്തിന് വെളിയിലുമുണ്ട്. പാകിസ്ഥാനിലൊരു ദ്രാവിഡ ഭാഷയുണ്ട്. ബ്രഹൂയി എന്ന ഭാഷ ദ്രാവിഡ ഭാഷയാണ്. സിന്ധു നദീതടത്തിൽ ദ്രാവിഡ സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബ്രഹൂയി ഭാഷ. പിന്നെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ, നമ്മുടെ സംസ്കാരം ഭക്ഷണത്തിൽ അരി, അതായത് ചോറ്, ഒഴിച്ച് കറി അഥവാ ലിക്വിഡ് കൂടിയിട്ടുള്ള കറി. നോർത്ത് ഇന്ത്യ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ചപ്പാത്തി പേസ്റ്റ് പോലത്തെ കറി. ബംഗാൾ തൊട്ട് പടിഞ്ഞാട്ട് നോക്കുകയാണെങ്കിൽ ഇറാൻ, പാലസ്തീൻ മേഖലകൾ, സൗദി അറേബ്യ, ഇങ്ങനെയൊക്കെ ഇവിടെ എല്ലാം ഈ ചപ്പാത്തി പോലത്തുള്ള സാധനങ്ങളും പേസ്റ്റ് പോലുള്ള കറികളും കാണാൻ പറ്റും. തിരിച്ച് ദക്ഷിണ ഭാരതം തൊട്ട് നമ്മൾ കിഴക്കോട്ട് പോവുകയാണെങ്കിൽ കൊറിയ, ജപ്പാൻ വരെയുള്ളത് വേറൊരു ഭക്ഷണ സംസ്കാരമാണ്. ചോറും കറിയും എന്നുള്ള രീതി തന്നെയാണ്. അവർ സൂപ്പ് എന്ന് വിളിക്കുന്നു. രണ്ടാം നമ്മൾ സാമ്പാർ വിളിക്കുന്ന പല സൂപ്പുകളും വിദേശങ്ങളിലുണ്ട്. 2 വർഷം ദക്ഷിണ കൊറിയയിൽ എനിക്ക് ഗവേഷണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് കൊറിയൻ ഭാഷ കുറച്ച് പഠിച്ചു. അപ്പൊ മനസ്സിലായത് നിരവധി തമിഴ് പദങ്ങൾ കൊറിയൻ ഭാഷയിലുണ്ട്. അത്ഭുതകരമായൊരു കാര്യമാണ്. അച്ഛൻ, അമ്മ എന്നുള്ളത് കൊറിയനില് അപ്പ, അമ്മയാണ്. ചേച്ചി അണ്ണിയാണ്. ചേട്ടൻ ഒപ്പയാണ്. ഒപ്പ എന്ന് പറയും. മലയാളത്തിലെ ഓപ്പ, ഓപ്പ എന്ന് പറയുന്ന പോലെ അവിടെ ഒപ്പയുണ്ട്. അതുപോലെ തന്നെ അകത്ത് വരൂ എന്നുള്ളതിന് ഉള്ളവാ എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്തോളും, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഇതങ്ങനെ തന്നെ കാണാൻ പറ്റും. മുടി, അതിന് കൊറിയൻ ഭാഷയിൽ മുറി എന്ന് പറയും. റായും ഡായും തമ്മിലുള്ള മാറ്റം നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളുണ്ട്. സിലിഗുരി എന്നും സിലിഗുഡി എന്നും പറയുന്ന ഈ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോർത്ത് ഇന്ത്യയിൽ. അതുപോലെ മഡ്ഗാവ്, അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ ഡാ എന്നുള്ളത് റായായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ധാരാളം സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ട്. അതേപോലെ തന്നെയാണ് കൊറിയൻ ഭാഷയിൽ ഞാൻ ഈ പറഞ്ഞ മുടി, മുറി, റായും ഡായും തമ്മിൽ മാറുന്നു. പല്ലിന് ഇപ്പൽ എന്നാണ് പറയുന്നത്. അതായത് സ്കൂളിൽ എൻ്റെ സ്കൂൾ എന്ന് പറയുന്ന പോലെ പല്ലിന് ഇപ്പൽ എന്ന് ബാക്കിയ ഒരു കട്ടി കൊടുത്തുകൊണ്ട് പറയുന്ന കേൾക്കണം. അങ്ങനെ തമിഴിന്റെ ധാരാളം സംഭവങ്ങൾ കൊറിയൻ ഭാഷ കിടക്കുന്നു. അപ്പം ഒരു 20 വേർഡ്സെങ്കിലും ഞാനതിൽ വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ തമിഴന്മാർക്ക് ഒരു പക്ഷേ ഓപ്പ എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ മലയാളിയായ നമുക്ക് മനസ്സിലാവും ഓപ്പ, ഓപ്പോൾ. നമ്മുടെ ഭാഷയിൽ തന്നെ അനിയത്തി ചേട്ടനെ വിളിക്കുന്നതാണ് ഓപ്പ. കൊറിയയിലും അങ്ങനെ തന്നെയാണ്. അനിയത്തിയാണ് ചേട്ടനെ വിളിക്കുന്നത്.
അനിയൻ ചേട്ടനെ ഹെങ് എന്ന് വിളിക്കുന്നു. അത് തീർത്തും ഒരു ചൈനീസ് ആക്സെന്റ് ആണ്. പക്ഷെ തമിഴ് അല്ലെങ്കിൽ മലയാള രീതിയിലുള്ളൊരു പദമാണ് ഓപ്പ. അതുപോലെ തന്നെ അണ്ണി, അണ്ണൻ അണ്ണി എന്ന് പറയുന്ന പോലെ അനിയത്തി ചേച്ചിയെ അണ്ണി എന്ന് വിളിക്കുന്നു, അനിയൻ ചേച്ചിയെ നൂനെ എന്ന് വിളിക്കുന്നു. പക്ഷെ ഈ അണ്ണി എന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തും ഒക്കെ ഉള്ളൊരു പദപ്രയോഗമാണല്ലോ, അണ്ണൻ അണ്ണി എന്നൊക്കെ പറയും. ആ രീതിക്ക് ഈ ഭാഷ എങ്ങനെ സംക്രമിച്ചു? അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, തമിഴ് എന്ന് പറയുന്ന ഭാഷയ്ക്ക് ഒരു വലിയ പഴക്കമുണ്ട്. പഴയ തമിഴില് അതൊരു കാലം നോക്കുകയാണെങ്കിൽ കൊറിയനിലേക്ക് വരിക്കുന്നത് വളരെ പൗരാണികമായ തമിഴിന്റെ കാലത്താണ്. തൊൾ എന്ന പദം കല്ലെന്നാണ് അർത്ഥം പഴയ തമിഴില്. കൊറിയനിൽ ഇപ്പോഴും കല്ലിന് തൊള്ളെന്നാണ് പറയുന്നത്. അതായത് ആ തൊൾ എന്നുള്ളത് ഉപയോഗിച്ചിരുന്ന ഏത് കാലം? അത് 2000 വർഷം മുമ്പാണ്. ആ കാലഘട്ടത്തെ തമിഴാണ് കൊറിയയിലുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൊറിയയിലെ വൈദ്യം, കൊറിയൻ ആയുർവേദം നമുക്ക് വേണേൽ വിളിക്കാവുന്ന ഒരു സംഭവം, കൊറിയയിലെ പൗരാണിക വൈദ്യം, ആ വൈദ്യത്തിൽ സിദ്ധവൈദ്യം തന്നെയാണുള്ളതെന്ന് പറയാം. ഇന്ത്യയില് നാടി പിടിച്ച് രോഗലക്ഷണം നോക്കുന്ന രീതി സിദ്ധവൈദ്യക്കാരുടെ അടുത്താണ് ഞാൻ കണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വന്ന സ്റ്റുഡന്റ് ഡോക്ടർ വിമൽ, അദ്ദേഹത്തിന്റെ ചേട്ടൻ ഇവിടെ ഉണ്ട്, സാജൻ ഇവിടെ ഉണ്ട്. വിമൽ എന്റെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് ഇന്ത്യയിൽ വെച്ച് വിമലിനെയാണെങ്കിൽ കൊറിയയില് അവരുടെ പൗരാണിക വൈദ്യന്മാര്, ഇംഗ്ലീഷൊന്നും അറിയില്ലാത്ത ആൾക്കാരാണ്, ട്രാൻസ്ലേറ്ററെ അടുത്ത് ഇരുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയണ്ടായി, ശരീരത്തിന്റെ സിമ്മട്രി, മസിൽസിന്റെ സിമ്മട്രി ഒക്കെ നോക്കിയിട്ട് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഇങ്ങനെ പലതും അവർ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ രോഗനിർണയത്തിൽ ഇവിടെ സിദ്ധയും കൊറിയയിലെ പഴയ വൈദ്യവും ഒരേ പാത പിന്തുടരുകയാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഭാഷയിൽ ഒരേ സംഭവം വന്നു. അതെന്തുകൊണ്ടാണ്? ഒരു പൗരാണിക കാലത്ത് ഇത് രണ്ടും ഒന്നായിരുന്നു എന്ന് വിശ്വസിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടാവും. അത് 2000 വർഷത്തിന് മുമ്പായിരിക്കാം. കൊറിയക്കാരുടെ തന്നെ വിശ്വാസപ്രകാരം അവരുടെ ആദ്യത്തെ ചക്രവർത്തിയുടെ ഭാര്യ അയോധ്യയിലെ രാജകുമാരിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് ഇവിടുത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടിട്ട് മകളെയും മകനെയും കുറെ ആൾക്കാരെയും കൂടെ 7 കടലിനപ്പുറത്തേക്ക് വിടുകയാണ്, ഒരു ബുദ്ധ പഗോളയും കൊടുത്തിട്ട്. അവരവിടെ ചെന്നു. കൊറിയയിലെ ബുസാൻ എന്നുള്ള പട്ടണത്തിനടുത്താണ് അവർ കപ്പലെടുത്തത്. ആ റാണിയുടെ ശവകുടീരം ഇന്നും അവിടെയുണ്ട്. അതില് ജനിതക പഠനങ്ങൾ, അവരുടെ അസ്ഥി എടുത്തിട്ട് കൊറിയൻ സയന്റിസ്റ്റുകൾ ജനിതക പഠനം നടത്തിയിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലെ മിശ്ര വിഭാഗത്തിൽപ്പെട്ട രാജകുടുംബങ്ങളുടെ ജനിതകമായിട്ട് സാമ്യം കണ്ടെത്തി എന്ന് അവ്യക്തമായ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ, അവിടെ ഒരു ഇന്ത്യൻ ബന്ധം കാണുന്നുണ്ട്. അപ്പോൾ വളരെ പൗരാണിക കാലത്ത് അങ്ങോട്ട് നമ്മുടെ ചികിത്സാ രീതി, നമ്മുടെ ഭാഷ, ഇങ്ങനെയുള്ളതൊക്കെ കൈമാറ്റം ചെയ്തു പോയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഈ DNA കലർന്നു വന്നിരിക്കുന്ന ഡെനിസോവൻ DNA എന്ന് പറയുന്നത് അത് കുറച്ച് അധികം അവിടെ ഉണ്ടാവാം. അപ്പോ ഡെനിസോവൻ മിക്സ് വന്ന ഹോമോസാപ്പിയൻസ് അവരുമായിട്ട് ഇവിടുന്ന് പോയൊരു മിശ്രണം ചെയ്യപ്പെട്ടിരിക്കാം. അങ്ങനെയായിരിക്കും ഇന്നത്തെ കൊറിയൻ ജനത ഉണ്ടായത്. പക്ഷെ കണ്ടാൽ കംപ്ലീറ്റ് ചൈനീസ് ഫിനോടൈപ്പാണ് അവർ. അതുകൊണ്ട് ആ ഫിസിക്കാണ് കാണുന്നത്. നമ്മുടെ രൂപലക്ഷണം വെച്ചിട്ട് നമ്മളുമായിട്ട് ബന്ധം പറയാൻ പറ്റില്ല. പക്ഷേ ഭാഷയിലും സംസ്കാരത്തിലും മറ്റനേകം കാര്യങ്ങളിലും ബന്ധം കാണുന്നുണ്ട്. ഇത് സിദ്ധവൈദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചത്. ഇന്ത്യയിൽ തന്നെ അപൂർവം ചില ആൾക്കാർ ഈ വഴിക്ക് വേറെ ഗവേഷണം ചെയ്യുന്നുണ്ട്. ഒന്ന്, വളരെ പ്രസിദ്ധനായ ഭാഷാശാസ്ത്രജ്ഞൻ ഡോക്ടർ ഐരാവതം മഹാദേവൻ. നിങ്ങൾ കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. തമിഴിനെ കുറിച്ചും സൈന്ധവ ലിപികളുടെ തമിഴ് ബന്ധത്തെക്കുറിച്ചും പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിലെ ഡോക്ടർ മയാങ്ക് വാഹിയ, ഇവരൊക്കെ ഒരുമിച്ചാണ് ആ ഗവേഷണം ചെയ്യുന്നത്. ഇത്തരം ആൾക്കാര് ഇതിനെക്കുറിച്ച് പുതിയ പുതിയ പല അറിവുകളും നൽകുന്നു. അങ്ങനെ വരുമ്പോൾ സിദ്ധയ്ക്ക് ഈ പൗരാണിക ഭാരതത്തിലുണ്ടായിരുന്ന സ്ഥാനമെന്ത് എന്ന് നമ്മൾ നോക്കണം. ഇന്ത്യയിലെ ജനതയുടെ, ഇപ്പൊ ഇവിടെ അധിവസിക്കുന്ന ജനതയുടെ പൂർവികന്മാരുടെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ 45,000 വർഷം എന്നാണ് കണക്കുകൂട്ടപ്പെട്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയിലെ ആൾക്കാർ വന്നിരുന്നു. 1,25,000 വർഷം മുമ്പാണ് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ ഹോമോസാപ്പിയൻ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തുന്നത്. പക്ഷേ തോബ അഗ്നിപർവ്വത സ്ഫോടനം എന്ന് പറയുന്ന ഒരു മഹാവിസ്ഫോടനത്തിൽ ഇന്ത്യയിലെ ജനത ഏതാണ്ട് നാമാവശേഷമായി. വളരെ കുറച്ചുപേരെ ബാക്കിയുണ്ടായിരുന്നു. ഇന്തോനേഷ്യക്ക് അടുത്തുള്ള ഒരു അഗ്നിപർവ്വതമാണ് തോബ അഗ്നിപർവ്വതം. അതിന്റെ വിൻഡ് വേ എന്ന് പറയുന്നത് പടിഞ്ഞാറേക്ക്, അതിന്റെ പൊട്ടിത്തെറിക്കുമ്പോൾ ലാവയോടൊപ്പമുള്ള വിഷവാതകങ്ങളും പൊടിയും വീഴുന്ന ഒരിത്. അത് വളരെ വലിയൊരു സ്ഫോടനമായിരുന്നുകൊണ്ട് ഇന്ത്യൻ റീജിയൻ മുഴുവൻ അതിൽ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ലാവയിലല്ല, അതിന്റെ പൊടിയിൽ. ഇന്ത്യയിൽ തന്നെ ജാലാപുരി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തോബാഗ്നിപർവ്വതത്തിന്റെ ആ അവശിഷ്ടങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ പൊടിയുടെയും ചാരത്തിന്റെയൊക്കെ. MG യൂണിവേഴ്സിറ്റിയിൽ, ഇവിടെ കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിയിൽ
ഡോക്ടർ റേ, അദ്ദേഹം ആ സാമ്പിൾസ് ശേഖരിച്ചിട്ടുള്ളതിൽ ഒരാളാണ്. അപ്പൊ ആ കാലഘട്ടം 50,000 വർഷം മുമ്പാണ് അങ്ങനെ ഒരു എക്സ്റ്റിങ്ഷൻ ഉണ്ടാകുന്നത്. അതിനുശേഷം റീഒക്യുപ്പേഷൻ ഉണ്ടായി. രണ്ട് ഭാഗം, കിഴക്കുന്നും പടിഞ്ഞാറെന്നും അവശേഷിച്ച ആൾക്കാർ ഇന്ത്യൻ റീജിയനിൽ റീഒക്യുപ്പൈ ചെയ്തു. ആ റീഒക്യുപ്പൈ ചെയ്ത ജനത 45,000 വർഷം മുമ്പ് അവിടെ എത്തിയ ജനതയുടെ പിൻഗാമികളാണ് ഒരുപക്ഷെ സിദ്ധവൈദ്യവും തമിഴുമെല്ലാം സൃഷ്ടിച്ചത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന 5000 വർഷം മാത്രം പഴക്കമുള്ള ഒന്നല്ല നമ്മുടെ പൂർവികമായിട്ടുള്ള സംസ്കാരികൾ. അതിനും പഴയതാണ്. സിന്ധു നദീതടത്തിൽ തന്നെ അതിനേക്കാൾ 5000 വർഷം പഴക്കമായിട്ട് മഹർഗഡ് സംസ്കാരമുണ്ട്. സിന്ധു നദീതട സംസ്കാരത്തിൽ നോക്കുകയാണെങ്കിൽ ചുട്ടെടുത്ത കളിമണ്ണ്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ചുട്ടെടുത്ത കല്ല്, ഇതൊക്കെ വെച്ച് മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്സ് ആണ് പണിഞ്ഞിരുന്നത്. എന്നാൽ മഹർഗഡിൽ ചെളി കൊണ്ട് ഒറ്റനില വീടാണ് പണിതിട്ടിരുന്നത്. അപ്പൊ രണ്ടിന്റെ വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. മഹർഗഡ് സംസ്കാരം, സൈന്ധവ സംസ്കാരവും. മഹർഗഡിന് തന്നെ 10,000 വർഷം പഴക്കം. അപ്പൊ അതിന് പുറകോട്ട് പിന്നെയും വേണം. സിദ്ധയ്ക്ക് ഏതാണ്ട് 20,000 വർഷം പഴക്കം ഉണ്ടാകാം എന്ന് ഒരു അഭ്യൂഹം നിങ്ങളുടെ സംഘാടകനായിട്ടുള്ള ഡോക്ടർ അബിൽ എന്നോട് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണ പബ്ലിക്കേഷൻസ് ഒക്കെ നോക്കുമ്പോൾ അത് സത്യം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. 20,000 വർഷം മിനിമം പഴക്കം പറയണം. അത്രയും പഴയ, അങ്ങനെയെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ വൈദ്യശാസ്ത്ര ശാഖയാണ് ഈ സിദ്ധവൈദ്യം. യാതൊരു സംശയമില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ അഭിമാനത്തോടു കൂടി വേണം നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാനും പ്രാക്ടീസ് ചെയ്യാനും. ഇതിനാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സിദ്ധയുടെ മഹത്തായ ഈ പാരമ്പര്യം നിങ്ങൾ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും വേണം. അത് പ്രചരിപ്പിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതിന്റെ സംഘാടകർ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ചിരുന്നു. ഡോക്ടർ MS വല്യത്താനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം തീരുമാനിച്ച കാര്യങ്ങളിലൊന്ന്, അടുത്ത വർഷം സിദ്ധയ്ക്ക് വേണ്ടിയിട്ടൊരു അന്താരാഷ്ട്ര കോൺഫറൻസ്, ഒരു ഇന്റർനാഷണൽ കോൺഫറൻസ് തിരുവനന്തപുരം കേന്ദ്രമാക്കി സംഘടിപ്പിക്കണം എന്നൊരാശയം പറഞ്ഞു. അങ്ങനെ ഒന്ന് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാം സജീവമായ പങ്കാളിത്തം അതിലുണ്ടാവും. അത് നിങ്ങളെല്ലാം അതിനെ വിജയിപ്പിക്കണം. അതിന് വേണ്ടുന്ന എല്ലാം ചെയ്തു തരണം. ഇതാണ് നിങ്ങളോട് രണ്ടാമതായിട്ട് പറയാനുള്ളത്. പിന്നൊന്ന് ഇതിന്റെ ഗവേഷണമാണ്. ഞാൻ സിദ്ധവൈദ്യത്തിന്റെ ഗവേഷണത്തിൽ ഇപ്പൊ കടന്നു. എന്റെ പ്രധാന ഏരിയ, ഗവേഷണ ഏരിയ ന്യൂറോ സർജറിയാണ്. എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. തലച്ചോറിലുണ്ടാകുന്ന ക്ലോട്ടിങ്, അതുകൊണ്ട് ഉണ്ടാകുന്ന സ്ട്രോക്ക്, ആൾക്കാർ മരിക്കുന്നു, നിങ്ങളുള്ളവർക്ക്. അതിലൊരു പ്രധാനമായി ഒബ്സർവ് ചെയ്യപ്പെട്ടുള്ളത് ഡയബറ്റീസ് ഉള്ളവർക്ക് സ്ട്രോക്ക് വരാനും മരണസാധ്യതയും കൂടുതലാണ്. ഡയബറ്റീസ് ഇല്ലാത്തവർ കുറച്ചുകൂടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന, ഡയബറ്റീസ് ഉള്ളവരെ കൊല്ലുന്ന, സെല്ലിനെ കൊല്ലുന്ന പ്രോട്ടീൻ എന്ത്, ഇതാണ് പ്രധാനമായിട്ട് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ധയിലുള്ള ചില മരുന്നുകൾ, ചന്ദമാരുത സിന്ദൂരവും അയവീര സിന്ദൂരവും ഇതിന് കൊടുക്കുന്നതായിട്ട് അറിയാം. ഈ മരുന്നുകളാണ് ഞാൻ പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൊജക്ട് സമർപ്പിച്ചു. അവരേതാണ്ട് 70 ലക്ഷം രൂപയ്ക്ക് അടുത്ത് എനിക്ക് സാങ്ഷൻ ചെയ്തു. അതിനി വൈകാതെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. അത് ശരിയാണെങ്കിൽ സിദ്ധയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പബ്ലിക്കേഷൻസ് ഏറ്റവും കുറഞ്ഞ ഈ 2 മരുന്നുകളുടെ ഉപയോഗത്തിലെങ്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗവേഷണം എന്നുള്ളത് നമ്മുടെ പ്രചരണത്തിന്റെ, സിദ്ധ എന്താണെന്ന് ഈ ലോകം അറിയുന്നതിന്റെ ആവശ്യമാണ്. അന്താരാഷ്ട്ര ജേണലുകളിൽ നമുക്ക് പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗവേഷണത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നിൽ തുറന്നു കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും വിടരുത്. നിങ്ങൾ ഗവേഷണത്തിലും ഏർപ്പെടണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.